ഗൈസ് പെട്ടെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പൊ എന്താ വന്നെന്ന് പറയാം, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേന്. അതായത് തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൽ വെച്ച് നമ്മുടെ സ്വിഫ്റ്റ് കാറിന്റെ കീ കളഞ്ഞുപോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നല്ല. അപ്പോഴാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞ് ഈ നമ്പറിലേക്ക് വിളിക്കാൻ. എനിക്ക് അറിയില്ലായിരുന്നു ഇതാണ് ദ ലോക്ക് സ്മിത്ത്. ഇനി ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? നമസ്കാരം, എന്റെ വിഷ്ണു എന്നാണ്. ഇതെന്റെ വൈഫ് ഐശ്വര്യ. നമ്മളിവിടെ ചെയ്യുന്ന സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വണ്ടികളുടെ ആണെങ്കിൽ കാറുകൾ, ബൈക്കുകൾ, വീടുകളുടെ ഒക്കെ കീകൾ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ലോസ്റ്റ് കീ അതേപോലെ കേസുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഓൺ സ്പോട്ട് സർവീസ് ഉണ്ട്. അദ്ദേഹത്തിന് നമ്മൾ വന്നു, നമ്മൾ വിളിച്ചു, നമ്മൾ ഓൺ സ്പോട്ടായിട്ട് നമ്മൾ 15-20 മിനിറ്റിനുള്ളിൽ ആ സ്പോട്ടിൽ ചെന്നിട്ട് നമ്മൾ കീ ഉണ്ടാക്കുക ചെയ്തത്. അവർ 2018 മോഡലാണല്ലേ. നമുക്ക് അതേപോലെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സർവീസ്. ഒരു സംശയം ഉണ്ട്, അത് നമുക്ക് ചോദിക്കാം. ഇപ്പൊ വെറുതെ ഒരാൾ വന്നിട്ട് പറയുന്നു എന്റെ കീ കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കൊടുക്കും? ഇല്ല, നമുക്ക് അതിന്റേതായ പ്രോപ്പർ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പ്രോസസ് ചെയ്യൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബൈക്കിന്റെ അല്ലെങ്കിൽ ഒരു വീടിന്റെ ഒരു കാറിന്റെ കീ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വരുന്നത് ചിലപ്പോൾ ഓണർ ആവാം, അല്ലെങ്കിൽ ഓണറിന്റെ ഫ്രണ്ടോ റിലേറ്റീവ്സോ ആകാം. നമ്മളപ്പോ അവരോട് നമ്മുടെ നാഷണൽ ID പ്രൂഫും, ഇപ്പൊ വെഹിക്കിൾസ് ആണെങ്കിൽ RC ബുക്കും നമ്മൾ ചോദിക്കും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു കീ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. ഈ കീ ഡ്യൂപ്ലിക്കേഷൻ അല്ലാതെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് വേറെ ഇവിടെ ഉള്ളത്? ഇപ്പൊ കീ ഡ്യൂപ്ലിക്കേഷൻ അല്ലാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കണതെന്ന് വെച്ചാൽ നമ്മുടെ കാറുകളുടെ റിമോട്ടുകള് വാഷിംഗ് മെഷീനിലെ റിമോട്ട് പോയി, അല്ലെങ്കിൽ വെള്ളത്തിൽ റിമോട്ട് പോയി, കുട്ടികൾ എടുത്ത് എറിഞ്ഞപ്പോൾ അത് ക്രാക്കായി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻ ഉണ്ട്. മാക്സിമം അത് തന്നെ റിപ്പയർ ചെയ്ത് PCB എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് എല്ലാം ചെയ്ത് നമ്മൾ അത് തന്നെ റെഡിയാക്കി കൊടുക്കും. ഇത് കൂടാതെ നമ്മുടെ എക്സ്ട്രാ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കണതെന്ന് പറഞ്ഞാൽ ചിലർ വന്നിട്ട് പറയും, ചേട്ടാ വണ്ടിയുടെ കീ ഉള്ളിലുണ്ട്, ഡോർ ലോക്ക്ഡ് ആയിപ്പോയി, കുട്ടി അതിന്റെ ഉള്ളിൽ ഇരിക്കുക, അല്ലെങ്കിൽ വൈഫിന്റെ ബാഗും കീയും അതിന്റെ ഉള്ളിൽ ഇരിക്കുക, പെട്ടെന്നൊന്ന് വന്ന് തുറന്നു തരുമെന്ന് ചോദിക്കും. അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വണ്ടികളുടെ ഗ്ലാസിനോ അതിന്റെ പാഡിനോ ഒരു ഡാമേജും ഇല്ലാണ്ട് നമ്മൾ പ്രൊഫഷണൽ വേസ് നമ്മുടെ ടൂള് വെച്ച് നമ്മുടെ കാറ് ഏത് വണ്ടിയാണോ അത് നമ്മൾ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീടുകളുടെ ഡോറൊക്കെ ലോക്കായി കിടക്കുവാണ്, കീ മിസ്സായി, അല്ലെങ്കിൽ വേറൊരു കീ ഇന്ന ആളുടെ കയ്യിലാണ്, എനിക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഒരു ഡാമേജ് ഇല്ലാണ്ട് വീടുകളുടെ കീയും തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ആധാരം ID പ്രൂഫാണ്. ID പ്രൂഫ് ഇല്ലാണ്ട് ഒരു സർവീസും ദ ലോക്ക് സ്മിത്തിൽ അവൈലബിൾ അല്ല. സെൻട്രൽ ലോക്ക് ഇൻസ്റ്റലേഷനും നമുക്ക് അവൈലബിൾ ആണ് വിത്ത് കമ്പനി 3 ഇയർ വാറന്റിയോട് കൂടി. അതേപോലെ തന്നെ ലോക്ക് സ്മിത്തിലെ എല്ലാ പ്രൊഡക്ട്സും ഇറ്റാലിയൻ പ്രൊഡക്ട്സ് ആണ്, ഇറ്റാലിയൻ സിൽക്ക പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നേരെ വിളിച്ചോ.